ഓക്കെ, ഇനി വേറൊരു വാർത്ത എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജ് തന്നെ കൊടുത്തേക്കുന്ന സ്വർണ്ണത്തിരുവ കൂടിയേക്കും. അതായത് നമുക്കറിയാം പശ്ചിമേഷ്യയിലെ യുദ്ധം, അതിന്റെ ഒരു ഭാഗമായിട്ട് പെട്രോൾ, ഡീസൽ, എണ്ണവിലൊക്കെ വലിയ രീതിയിൽ കൂടുന്നല്ല. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം നൽകിയിരുന്നു, കൂടുതലും വൈദ്യുതി ഉപയോഗിക്കരുത്, അതുപോലെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ. അപ്പം വീണ്ടും സ്വർണത്തിന്റെ തീരുവ കൂടിയേക്കും, അതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ധനവില കൂടിയേക്കുമെന്നാണ് ഇന്നത്തെ ന്യൂസ്. അപ്പം എല്ലാവരും കുറച്ച് ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ. ഇപ്പം നമുക്ക് കുറെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ പോകുന്നവരാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ കൂടുതലും ഉപയോഗിക്കാതിരിക്കുക, വലുത് വരാന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട്. അപ്പം വീണ്ടും പശ്ചിമേഷ്യയിലെ ഒരു പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ തന്നെ അറിയാം, ആ ഒരു പ്രതിസന്ധി നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഓർത്തില്ല നമുക്ക് ഇത്രയും രീതിയിൽ അത് എഫക്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം. അപ്പം ഗ്യാസിന്റെ ഒരുപാട് ഇപ്പോഴും ആ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. അപ്പം ആ ഒരു അതിൽ നിന്ന് മാറി ഇനി വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളം പോകുമോ എന്നുള്ള കാര്യം ഒരു സംശയമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ അവരുടേതായ രീതിയിൽ കുറച്ച് ലിമിറ്റേഷൻസ് വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്.